എന്ന് പറഞ്ഞേ. നീ ചാരിയിരിക്കണം ചെയ്യുമ്പോൾ അവ കൂടെ കാണണം കേട്ടോ. ഓക്കെ, പറഞ്ഞോ. എ മാൻ ഇൻ എ ബോട്ട് rowing away from a lighthouse 150 meter high. Takes 2 minutes to change the angle of elevation of the top of the lighthouse from 60 degree to 45 degree. Find the speed of the boat. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ മാൻ ഇൻ എ ബോട്ട് റോവിങ് എവേ ഫ്രം എ ലൈറ്റ് ഹൗസ്. അപ്പം ഇത് ലൈറ്റ് ഹൗസ് ആയിട്ട് വരിക. ലൈറ്റ് ഹൗസിൽ നിന്ന് എവേ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓഫ് 150 മീറ്റർ. ആ ലൈറ്റ് ഹൗസിൻ്റെ ഇത് എത്രയാണ്? 150. കാണോ 150 മീറ്റർ ആണ്. അപ്പം എന്താണ് 150 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഹൈ ടേക്സ് 2 minutes ടു ചേഞ്ച് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദി ലൈറ്റ് ഹൗസ് ഫ്രം 60 ഡിഗ്രി ടു 45 ഡിഗ്രി. അതായത് 60 ഡിഗ്രിയിലായിരുന്നു ആദ്യം ഇരുന്നത്. ഇതാണ് ബോട്ട്. അപ്പം 60 ഡിഗ്രിയിലായിരുന്നു ഇരുന്നത്. 2 മിനിറ്റ് എടുത്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു? 2 മിനിറ്റ് എടുത്തു. മിനിറ്റ് എടുത്തു കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്തായിട്ട് മാറി? 45 ഡിഗ്രി ആയിട്ട് മാറി. തിരിഞ്ഞു വല്ലതും വരച്ച് ഇങ്ങനെയാണ് വരച്ചത്. ഓക്കെ, അപ്പം 2 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? 2 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്താ 120 സെക്കൻഡ് ആണല്ലോ. നമുക്ക് ഇനിയും കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് കണ്ടുപിടിക്കണം. സ്പീഡ് ഓഫ് ദ ബോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ട്രയാങ്കിൾ പേര് കൊടുക്കാം. ABCD കൊടുക്കാം. ഇൻ ട്രയാങ്കിൾ എന്താ? ABCക്കകത്ത് എന്താ? നമുക്ക് tan 60 എന്താ? tan 60 ഓപ്പോസിറ്റ് AB ഡിവൈഡഡ് ബൈ BC ആണ്. tan 60 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? √3 ആണ്. ആണോ? √3 AB 150 ആണ് ഡിവൈഡ് ബൈ BC ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ BC എന്തെന്ന് വരും? 150 ഡിവൈഡ് ബൈ √3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ഡിവൈഡ് ബൈ √3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 150 √3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ആണോ? അപ്പോൾ 150 ഇൻറ്റു 1.732 എന്ന് പറയുമ്പോൾ 259 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 86.6 എന്ന് കിട്ടും. അതായത് ഈ ഡിസ്റ്റൻസ് 86.6 ആണ്. ആണോ? കിട്ടിയോ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് മൊത്തത്തിൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ ABD എടുത്തിട്ട് അവിടെ tan 45 കണ്ടുപിടിക്കാൻ പോവാം. tan 45 എന്താ? നമുക്കറിയാം AB ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ BD ആണ്. tan 45 1 ആണ്. AB 150 ആണ് ഡിവൈഡ് ബൈ BD. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ BD ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ BD 150 എന്ന് വരും. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് എത്ര കിട്ടി? 150 കിട്ടി. ആണല്ലോ. അപ്പോൾ 150 86 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 150 86 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന്, അതായത് C തൊട്ട് D വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാമോ? 63.4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 63.4 ആണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് കൊണ്ട് ടൈമും ഉണ്ട്. സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം സ്പീഡ് എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്ര? 63.4. ടൈം എത്രയാ? 120 സെക്കൻഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 634 ഡിവൈഡഡ് ബൈ 1200 എന്ന് വരും. ആണല്ലോ. അപ്പം 634 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 63.4 ഡിവൈഡഡ് ബൈ 120 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുന്നത്? 0.52 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ആണോ? സന കിട്ടിയായിരുന്നോ? സന? ഹാഫ് വരെ കിട്ടിയത്. ഓക്കെ, നിരഞ്ജന്റെ
നിരഞ്ജൻ നിരഞ്ജൻ Yes, sir. കിട്ടിയായിരുന്നു. കിട്ടിയോ? Yes, sir. കിട്ടിയത് അയച്ചു തന്നില്ലായിരുന്നല്ലോ. ഇട്ടിട്ടുണ്ട് സാർ. ഏതാ? ഇട്ടിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ആ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 19ാമത്തെ സന എഴുതിയെടുത്തോ. സന എഴുതിയെടുത്തോ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് എ സ്റ്റേഷനറി ക്ലൗഡ് ഫ്രം എ പോയിന്റ് 25 meter above a lake is 15 degree and the angle of depression of its reflection in the lake is 45 degree. in the lake Is 45 degree. is 45 degree. What is the height of the cloud? What is the Height of the cloud height of the cloud above the lake lake level? അപ്പോൾ നോക്കി ദി ആംഗിൾ ഓഫ് ഓക്കെ പടം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സ്റ്റേഷനറി ക്ലൗഡ് ഫ്രം എ പോയിന്റ് 25 meter above the lake. അപ്പോൾ ലേക്ക് ഇതാന്ന് വിചാരിച്ചോ. ആ ലേക്കിൻ്റെ അവിടെ നിന്ന് 25 meter ഓക്കെ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 25 meter above a lake is 15 centimeter and the angle of depression of its reflection. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലൗഡ്, സ്റ്റേഷനറി ക്ലൗഡ്. ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലേക്കിൻ്റെ ടോപ്പ് ലെയർ. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 15 degree ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നിഴൽ ഇവിടെ അടിക്കുന്നുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 45 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ്. ദെൻ ഇതാ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാം കൂടെ ചേർത്തൊരു എന്താക്കാം, ഇങ്ങനെ ആക്കി മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മുടെ വെള്ളം, ലേക്ക്. പേര് കൊടുക്കാം. പേര് എഴുതുന്നുണ്ട്. ഏതാ? 25 meter അങ്ങനെ. ഓ, അങ്ങനെയും കൂടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ അതിനകത്ത്? അല്ല, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ സ്റ്റേഷനറി ക്ലൗഡ് ഫ്രം എ പോയിന്റ് 25. ഓ, ഇത് വരച്ചിരിക്കുന്ന തെറ്റാ. അവർ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ലേക്കിൻ്റെ മണ്ടയ്ക്ക് നിന്ന് 25 meter എബോവ് ഉള്ള ഒരു പോയിന്റിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കിയോ, നമുക്ക് ആദ്യം അങ്ങോട്ട് ലേക്ക് അങ്ങോട്ട് വരയ്ക്കാം. നോക്കിയോ, ഇതാണ് നമ്മുടെ ലേക്ക്. നോക്കിയോ, ഇതാണ് നമ്മുടെ ലേക്ക്. ഈ ലേക്കിൻ്റെ മണ്ടയ്ക്ക് 25 meter മണ്ടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇത് 25 meter ആണ്. അപ്പോൾ ലേക്കിൻ്റെ മണ്ടയ്ക്ക് 25 meter എബോവ് ഉള്ള ഒരു പോയിന്റാണ് ഇത്. ഓക്കെ, അതിൽ നിന്ന് ഒരു സ്റ്റേഷനറി ക്ലൗഡിലോട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞിരിക്കുന്നത്? 15. ആ പോയിന്റിൽ നിന്ന് തന്നെയുള്ള അതിൻ്റെ ക്ലൗഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടാന്ന് വിചാരിച്ചു. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് പറയുന്നത്? 45 അല്ലേ? അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ? ഹൈറ്റ് ഓഫ് ദ ക്ലൗഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ക്ലൗഡ് എബവ് ദ ലേക്ക് ലെവൽ. അപ്പം ലേക്ക് ലെവൽ എന്ന് പറയുമ്പോൾ ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി അറിയാം ഇത് 25 ആണെങ്കിൽ ഇത്രയും എന്തായിരിക്കും? ഇതും 25 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. ഇത് എ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് ബി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് സി എന്ന് കൊടുത്തിട്ടുണ്ട്. സി ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? സി ഇവിടെ, ഇത് ഇ, ഇത് ഡി, ഇത് എന്താണ്? എഫ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ.
ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നോക്കി, ഇങ്ങനെയാണ് പടം ഇരിക്കുന്നത്. നോക്കിക്കോണം, കാണാമോ? കുഞ്ഞിന് കാണാമോ? ഓക്കെ, നോക്കിയോ. അതായത് ഇൻ ട്രയാങ്കിൾ എ ഇ സി എടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഞാൻ ടാൻ 15 കണ്ടുപിടിക്കാൻ പോകും. എന്താ? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ? ടാൻ 15 ഈസിക്കൽ ടു എത്രയാ? ഇ സി ഡിവൈഡ് ബൈ എന്താ? എ എന്ന് വരും. ടാൻ 15ൻ്റെ വാല്യൂ എത്രയാ? എത്ര? 0.2679 ഈസിക്കൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇ സി ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടുന്നു. ആണോ? ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി അതേപോലെ തന്നെ ഇൻ ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇൻ ട്രയാങ്കിൾ എ ഇ എഫ് എടുക്കാൻ പോവാണ്. അവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ടാൻ 45 കണ്ടുപിടിക്കാൻ പോവാം. ടാൻ 45 ഈസിക്കൽ എത്രയാ? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ എഫ് ഡിവൈഡ് ബൈ എന്താണ്? ഇ എഫ് ഡിവൈഡ് ബൈ എ ഇ ആണ്. ആണോ? ടാൻ 45 എത്ര? 1 അല്ലേ? അങ്ങനെ 1 ഈസിക്കൽ ടു ഇ എഫ് ഡിവൈഡഡ് ബൈ എ എന്ന് വരുന്നു. അവിടുന്ന് ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? എ ഇ ഈസിക്കൽ ടു എന്താണ്? ഇ എഫ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എ ഇയും ഇ എഫും ഈക്വൽ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ നിഴല് ഈ ഒരു ലെങ്തും ഈ ഒരു ലെങ്തും ഈക്വൽ ആയിരിക്കും. അതായത് സർഫസിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ അതിൻ്റെ നിഴലിനും വരുന്നുണ്ടാകുക? ഇല്ലേ? സാധാരണ ഇല്ലേടേ. അതായത് മുകളിൽ കാണുന്ന അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും അതിന് എന്തെന്ന് വരുന്നത്? താഴെയും വരുന്നുണ്ടാവുക. ഇല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ വേണേൽ എടുക്കാം. എന്താ? ഡി സി ഈസിക്കൽ ടു എന്താണ്? ഡി എഫ് എന്ന് എടുക്കാം. ഇല്ലേ? അതും കൂടെ നമുക്കൊന്ന് എഴുതാം. ഡി സി ഈസിക്കൽ ടു ഡി എഫ്. ഡി സി ഈസിക്കൽ ടു ഡി എഫ് എന്ന് എഴുതാം. ഓക്കെ, ഡി സി ഈസിക്കൽ ടു ഡി എഫ്. ഓക്കെ, ഇനി ഡി സി ഈസിക്കൽ ടു ഇ സി പ്ലസ് ഇ ഡി എന്ന് എഴുതാമോ? ഇ സി പ്ലസ് ഇ ഡി എന്ന് എഴുതാമല്ലോ. ഇ സി പ്ലസ് ഇ ഡി. ഇല്ലേ? എഴുതത്തില്ലേ? ഹൈറ്റ് ഓഫ് ദ ക്ലൗഡ്. ഇല്ലേ? ഡി സി. ശരിയല്ലേ? ഡി എഫ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ക്ലൗഡ് എബവ് ദ ലേക്ക് ലെവൽ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി സി ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലയോ? ഡി സി കണ്ടുപിടിക്കണം. ഡി സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാൻ 45 അല്ല, എ ഇ ഈസിക്കൽ നമുക്ക് എന്ത് കിട്ടി? എ ഇ ഈസിക്കൽ ടു നമുക്ക് കിട്ടിയത് ഇപ്പം എ ഇ ഈസിക്കൽ ടു നമുക്ക് കിട്ടിയത് ഇ എഫ് എന്നാണ് കിട്ടിയത്. ഇ എഫിനെ നമുക്ക് വേണമെങ്കിൽ ഇ ഡി പ്ലസ് ഡി എഫ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇ ഡി എന്ന് പറയുന്നത് 25 25 പ്ലസ് ഡി എഫ് എന്ന് എഴുതാം. ഓക്കെ, 25 പ്ലസ് ഡി എഫ് എന്ന് എഴുതാം. ഒരു സെക്കൻഡ് ഞാൻ ചെയ്ത് നോക്കട്ടെ. 25 പ്ലസ് ഡി എഫ് ഈക്വലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാമോ? അതിൻ്റെ തൊട്ടടുത്ത് ഏതാ? 20 ചെയ്തായിരുന്നോ? 20 ചെയ്തോ? 20 ചെയ്തില്ല, കിട്ടിയില്ല. 20 ചെയ്തില്ല. ആ, നിങ്ങൾ 20 ചെയ്തോ? സന 20 ചെയ്തോ? സന 20 ചെയ്തോ? സന കേട്ടില്ല. സന
നിരഞ്ജൻ 20 ചെയ്തോ? നിരഞ്ജൻ സാർ കിട്ടുന്നില്ലായിരുന്നു. കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, 21 ഒന്ന് ട്രൈ ചെയ്തേ രണ്ടുപേരും. 21 നിങ്ങൾ എല്ലാവരും 21 21 ഒന്ന് ട്രൈ ചെയ്തേ, ചുമ്മാ ഇരിക്കണ്ട. 21 ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ, ഒരു സെക്കൻഡ്. സന 21 ഒന്ന് ട്രൈ ചെയ്യേ. 21. ഓക്കെ സർ. ആ ടാൻ 15ൻ്റെ വാല്യൂ ഒന്നുകൂടെ പറയാമോ? ടാൻ 15 0.2679. ഓക്കെ,
അത് പഠിച്ചില്ലായിരുന്നോ? കഴിഞ്ഞ വർഷം പഠിച്ചില്ലായിരുന്നോ? ഇൻറ്റു 5/18 ആ, അതായത് മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ ഇൻറ്റു 1000, സെക്കൻഡിനെ അവർ ആക്കാൻ ഇൻറ്റു 3600. അപ്പം 1000/3600 ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ 5/18. Zero point 0.26.
കിട്ടിയോ? 20ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ? 21 കിട്ടിയില്ല. ഇല്ല. ഓൺലൈനിൽ സനക്കൊക്കെ കിട്ടിയോ? സന ചെയ്യുക സർ. ഓക്കെ. നിരഞ്ജൻ ഞാൻ സാർ കിട്ടിയില്ല. നോക്ക് ഇതൊന്നും കിട്ടുന്നില്ലല്ലോ നിങ്ങൾക്ക്. ബി സി അങ്ങോട്ടോ റൂട്ട് 3 അങ്ങോട്ടോ 80 × റൂട്ട് 3 എന്ന് വരും BC. കുഞ്ഞുങ്ങളെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാമേ. ഈ ക്വസ്റ്റ്യൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. മറിക്ക് ഇരുപത് കിട്ടിയോ? ഇല്ല അല്ലേ? ഞാൻ ആ 19 ചെയ്തു തരാം. അതിനകത്ത് ചെറിയൊരു ഇതുണ്ട്, ചെയ്തു തരാം. എന്നെ ഒന്ന് ഓർപ്പിക്കണം, അത് ചെയ്തു തരാം.